രോഗബാധിതനായ തന്റെ പിതാവിനെയും തന്നെയും പാർട്ടി കൈവിട്ടിട്ടും വീണയെയും പിതാവിനെയും പാർട്ടി സംരക്ഷിക്കുന്നതിൽ ബിനീഷ് കോടിയേരിക്ക് എം.വി. ഗോവിന്ദനോട് അമർഷമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേസ് വന്നാൽ മുഖ്യമന്ത്രിയെയും വീണയെയും പിന്തുണയ്ക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുന്നത്. ഇല്ലെങ്കിൽ പാർട്ടിയിൽ കലാപമുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി കരുതുന്നു. മനുഷ്യച്ചങ്ങലയിൽ വീണ വിജയൻ പങ്കെടുത്തത് പാർട്ടിയുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എക്സാലോജിക് CMRL വിവാദ ഇടപാടിൽ എറണാകുളം ROC റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ വരെ കേസ് വന്നേക്കാമെന്ന് പാർട്ടി കരുതുന്നത്. എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന് എറണാകുളം ROC റിപ്പോർട്ടിൽ പറയുന്നു. ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടികൾ അവ്യക്തവുമാണ്. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധിക്കണം. KSIDCയുടെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നും എറണാകുളം ROC റിപ്പോർട്ടിൽ പറയുന്നു. CMRLിൽ നിന്നും 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. എക്സാലോജിക്കിന്റെ സോഫ്റ്റ്വെയർ സർവീസിന് എന്ന പേരിൽ പ്രതിമാസം 3 ലക്ഷം രൂപ കിട്ടിയതിന് പുറമെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനാൽ ROC സംശയം ഉന്നയിച്ചത്. ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ROCയുടെ ചോദ്യം. എന്നാൽ ROCയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം അവ്യക്തവും. വീണ വിജയനും കരിമണൽ കമ്പനിയും തമ്മിലുള്ള കരാർ CPM പരിശോധിച്ചിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞത് ഒരു മുഴം നീട്ടിയെറിഞ്ഞതാണ്. കരാർ പരിശോധിക്കേണ്ട ആവശ്യം തനിക്കോ പാർട്ടിക്കോ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കരിമണൽ കമ്പനിക്ക് വീണ നൽകിയ സഹായം പരിശോധിക്കേണ്ടത് പാർട്ടിയോ താനോ അല്ല എന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇതിനുള്ള മറുപടി വീണ തന്നെയാണ് പറയേണ്ടത് എന്നും ഗോവിന്ദൻ തുറന്നടിച്ചു. ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും താറടിക്കാനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ല എന്നാണ് സെക്രട്ടറിയുടെ പക്ഷം. ഫലത്തിൽ ഗോവിന്ദൻ മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പുറത്തുവന്ന ഘട്ടത്തിൽ ഇങ്ങനെയല്ല ഗോവിന്ദൻ പറഞ്ഞത്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും താൻ പരിശോധിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. വീണയുടെ ഇടപാടുകൾ സുതാര്യമാണെന്നും അന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നു. സർക്കാർ സ്ഥാപനമായ KSIDCക്ക് പങ്കാളിത്തമുള്ള CMRLനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനി കണ്ടെത്തൽ CPMനെ പ്രതിസന്ധിയിലാക്കിയതോടെയാണ് സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞത്. റിപ്പോർട്ട് മനോരമ ഉണ്ടാക്കിയതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ വീണയുടെയും മുഖ്യമന്ത്രിയുടെയും ഇന്നത്തെ അവസ്ഥയിൽ ഗോവിന്ദൻ പരിഭ്രാന്തനാണ്. ഏജൻസികൾ പലതും പറയും എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. വീണ വിജയനെതിരെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ കേസിൽ പിന്നിൽ കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയും CPM MLAയും പിണറായി വിരുദ്ധമുണ്ട് എന്നും CPM സംശയിക്കുന്നു. ബിനീഷിന് PVയോട് വിരോധമുണ്ടെന്നും മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായപ്പോൾ PV കോടിയേരിയെ കൈവിട്ടുവെന്ന വിരോധവുമാണ് ബിനീഷിന് ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ പറഞ്ഞു വെക്കുകയുമാണ്. കോടിയേരി മക്കളെ ഓർത്ത് വേദനിച്ചതുപോലെ PVയും വേദനിക്കട്ടെ എന്നാണ് കോടിയേരി കുടുംബം കരുതുന്നത്. ബിനീഷിന്റെ ജയിൽവാസവും കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുമാണ് കോടിയേരിയുടെ ആരോഗ്യം ക്ഷയിപ്പിച്ചത്. ഇതേ സാഹചര്യത്തിൽ PVയെ എത്തിക്കാനാണ് കോടിയേരിയുടെ മകൻ ശ്രമിക്കുന്നത് എന്നാണ് CPMലെ പിണറായി ഭക്തർ വിശ്വസിക്കുന്നത്.